പുതിനയിലിട്ട നല്ലൊരു കട്ടൻ ചായ കുടിച്ചാലോ? അതിൽ കൂടെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇടാല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ പുതിനയിലയും ഇഞ്ചിയും കൂടിയിട്ട് ഒരു നല്ല അടിപൊളി കട്ടൻ ഉണ്ടാക്കാൻ കേട്ടോ. വൈകുന്നേരം ഇങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ തിളക്കണ നേരം കൊണ്ട് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പുതിനയില മേടിച്ചപ്പോൾ ഇതുപോലെ അതിൻ്റെ ഇല എല്ലാം പറിച്ചെടുത്തിട്ട് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തണ്ട് ഞാൻ എന്താ കാണിച്ചെന്ന് ഇപ്പം കാണിച്ചു തരാവേ. തണ്ടെല്ലാം കൂടി ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കാം കേട്ടോ. അതെന്താണ് ഇപ്പോൾ അതിൻ്റെ പരുവെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ തണ്ടുകൾ ഇട്ട് വെച്ചപ്പോൾ ഇപ്പം മഞ്ഞ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതെല്ലാം വേരും വന്ന് അതുപോലെ അതിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു ഇലകളും വന്നിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മല്ലിയിലല്ല പുതിനയില മേടിക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ അത്യാവശ്യം നല്ല വേരൊക്കെ വരും. ഇത് നമുക്ക് നടാട്ടാം. ഇത് നട്ടിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ട പുതിനയില നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ടി ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പോൾ അതിന് മേടിച്ചൊരു കുപ്പിയാണ് ഞാനിത് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കുപ്പി ഞാൻ ഓൾറെഡി ഇവിടെ നല്ല ഹോൾസൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നടാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു നല്ലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ ഈ പുതിനയില നടാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കുറേ ഹോൾസ് ഇട്ട്, പിന്നെ അടിയിലും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിൽ മണ്ണിട്ട് കൊടുക്കാൻ എളുപ്പത്തിന് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ 2 സൈഡിലും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടന് പുതിന ഇലയിട്ട അടിപൊളി കട്ടതേ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കുടിച്ചിട്ട് നന്നായിട്ട് നടാട്ടാം. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസം കൂടി ഞാനിത് ഇതുപോലെ വെക്കുന്നുണ്ട്. എന്താണിത് ചീഞ്ഞു പോവുമോ അതോ നമുക്ക് നടാനുള്ള പാകത്തിന് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ. അപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും ഇത് നടാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ടെറസിൻ്റെ പൊക്കത്ത് നമുക്കിത് നട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മുടെ ടെറസിലാണല്ലോ നമ്മുടെ എല്ലാ കൃഷിയും ചെയ്യണത്. അപ്പോൾ ഞാൻ പുതിനയില കുറച്ചും കൂടിയും നന്നായിട്ട് ഇലയൊക്കെ വന്നിട്ട് അപ്പോൾ അതിനി വാടിപ്പോവണ ലക്ഷണമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് നട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പിയായിട്ട് ടെറസിൻ്റെ പൊക്കത്തേക്ക് വന്നിട്ടാണ്. എന്നിട്ട് ഞാനിതിൽ മണ്ണ് മാത്രം നിറക്കണുള്ളൂ, ചകിരി ഒന്നും നിറക്കണില്ല. മണ്ണിൽ തന്നെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഈ കുപ്പി ഇങ്ങനെ റെഡിയാക്കി വെക്കണം എന്താണെന്ന് വെച്ചാൽ ഈ കുപ്പി ശരിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ നമ്മുടെ ഈ നടലും കൂടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് എൻ്റെ ട്രൈപ്പോഡിൻ്റെ ചെറിയൊരു പരിക്ക് പറ്റി ട്രൈപ്പോഡിന്. അപ്പോൾ അത് കാരണം എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ നടാൻ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എനിക്കിനി വേറെ ട്രൈപ്പോഡ് മേടിക്കേണ്ടി വരും. അങ്ങനെ അല്ലെങ്കിൽ അത് ഞാനിനി എന്തെങ്കിലും ഒട്ടിച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ തൽക്കാലം നമ്മൾ കല്ലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കണ അടിയിൽ വെള്ളം കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ മുന്നേയും പുതിനയില ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ടെറസിൽ പച്ചക്കറി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പുതിന അത്യാവശ്യം ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇടക്കാലത്ത് എപ്പോഴോ അതെല്ലാം നശിച്ചു പോയി. അപ്പോൾ അത് ഇനി രണ്ടാമത് നമ്മൾ കുറേ തവണയായി ഇങ്ങനെ വെച്ച് നോക്കണ്, പക്ഷേ അങ്ങനെ പിടിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഇത് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ നല്ല വേര് വന്നിട്ട് നല്ല മൂത്ത തണ്ടായിരിക്കണം വെള്ളത്തിലിട്ട് വെക്കാൻ. എന്നാലേ നമുക്കിതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ, നല്ല തൈകൾ കിട്ടുള്ളൂ. അപ്പം ഞാൻ അതിലേക്ക് മണ്ണിട്ട് കൊടുത്തത് അധികം വളം എന്ന് വെച്ചാൽ ഇങ്ങനെ പോട്ടി മിക്സ് ഒന്നുമല്ല, സാധാരണ മണ്ണ് തന്നെയാണ് ഇട്ട്. അപ്പം ഞാനിതിൻ്റെ ഇടയിലേക്ക് ഞാൻ ഉള്ളിത്തോലിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോള് കണ്ട, ഈ ഹോള് താഴത്തുനിന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഇത് ഓരോ തണ്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് മണ്ണിട്ടതിന് ശേഷം ഇതിൻ്റെ പൊത്തിൽ കൂടെ ഇങ്ങനെ ഓരോ തണ്ടുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പൊത്തിലും ഇതുപോലെ പുതിനയുടെ കമ്പ് വെച്ചതിന് ശേഷം പിന്നെ എല്ലാം നമുക്ക് മൊത്തം മണ്ണ് നിറച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഉള്ളിത്തോലി അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏത് കമ്പോസ്റ്റ് ഉള്ളതെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം അതൊന്നും പറഞ്ഞില്ല, വെറുതെ
മണ്ണും പിന്നെ ഉള്ളിത്തൊലിയും മാത്രം ചേർത്തിട്ടാണ് ഇത് നടുന്നത് കേട്ടോ. ഞാനതിങ്ങനെ നട്ടു. പിന്നെ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളും, എല്ലാവരും പിന്നെ തണുപ്പത്തൊക്കെ ഇതുപോലെ പുതിനയില ചായ കുടിക്കാറുണ്ടോ? എനിക്ക് ഈ പുതിനയില ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ജ്യൂസും നമ്മുടെ ചെറുനാരങ്ങയും പുതിനയിലയും അതുപോലെ ഇഞ്ചിയും ഒരു കഷ്ണം മുളക്, ചെറിയൊരു കഷ്ണം മുളകും പിന്നെ അത്യാവശ്യം പഞ്ചസാരയും ഐസൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. മിൻറ്റ് ലൈം കുടിക്കാൻ അതും ഇഷ്ടമാണ്. അതിനെക്കാട്ടിലും ഇഷ്ടമാണ് കേട്ടോ എനിക്കിതുപോലെ കട്ട ഉണ്ടാക്കി കൊടുക്കാൻ. ഇപ്പം നമ്മുടെ വീട്ടിൽ പുതിന ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. പിന്നെ കടയിൽ നിന്ന് മേടിച്ചതിൽ നന്നായി മരുന്നടിച്ചിട്ടുണ്ടാവും. ഇതേപോലെയൊക്കെ നമ്മൾ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ചായ അതുപോലെ മിൻറ്റ് ലൈമും ഒക്കെ കുടിക്കാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം അതും കുത്തിവെച്ച് അത്യാവശ്യം കുറേ കമ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വേര് മുളച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം പോലും പോയില്ല. അപ്പോൾ ഇത് ഞാനൊരു 2 ആഴ്ചയോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഇതിന് നല്ല അത്യാവശ്യം വേര് വന്നിട്ട്. അത് നമ്മൾ വെള്ളത്തിൽ തന്നെ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യത്തിന് ലീഫൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ പിന്നീട് അത് നല്ല പ്ലാന്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത് നടാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇല വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എല്ലാത്തിലും കുത്തിവെച്ചതിന് ശേഷം ഇതിൽ മണ്ണ് നിറക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ മണ്ണ് നിറക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക, സവാളയുടെ തൊലി ഉണ്ടായിരുന്നു ഈ മണ്ണിൽ. അപ്പം ഞാനതും പിന്നെ മണ്ണും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നിറച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലിടക്ക് സ്ലറി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ പിന്നെ കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം നിറച്ചിട്ടുണ്ട്. മല്ലി കുതിർത്തിട്ട് നമുക്കിതുപോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. മല്ലി ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതിൻ്റെ വിത്ത് പാകിയാൽ നമുക്ക് ചെറിയ ചെറിയ തൈകൾ കിട്ടും കേട്ടോ. പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ. ഇനി ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നല്ല എളുപ്പമുള്ള മെത്തേഡാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല മൂത്ത തണ്ടാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നല്ല അത്യാവശ്യം വേരുള്ള നല്ല തൈകൾ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടെറസിൽ മഞ്ഞുകാലമാണെങ്കിലും പകൽ സമയത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം കുറച്ച് സമയം നമ്മൾ തണലത്ത് വെക്കേണ്ടി വരും. ഇതിനിപ്പോൾ അത്യാവശ്യം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക. നട്ടതല്ലേ. ഇനി നല്ല രീതിയിൽ നല്ല നന വേണം കേട്ടോ. ഈ പുതിനയില നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വാടിപ്പോവേ. അപ്പം ഞാനിത് നനച്ചു കൊടുത്തു. ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പുതിനയിലയുടെ തൈകൾ പുതിനയില കൃഷി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിങ്ങനെ പിടിച്ചു വരികയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ തണ്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ പച്ചക്കറിയുടെ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഒരു അയൽ കെട്ടാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് അടിച്ചതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ തോരടാനൊന്നും നമ്മൾ കയറാറില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ തൂക്കിയിടാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വെയിലാണ്. ഇപ്പം ഇനി ഇത് ഇവിടെ കിടന്നാൽ വാടിപ്പോവും. അപ്പം ഞാനിത് തണലത്തേക്ക് വെക്കും. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ട് കാണിച്ചു തരാൻ കേട്ടോ. ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ടെറസിന് ഒരു പ്രത്യേക അഴക് തന്നെ വരുമല്ലേ ഇതിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ തൂക്കിയിടാം. കുപ്പികൾ ഇങ്ങനെയുള്ള കുളത്തൊക്കെ ഉള്ള കുപ്പിയൊക്കെ ഉണ്ടെച്ചെങ്കിലേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. കുറച്ചും കൂടി വലിയ ബോട്ടിൽസ് എടുക്കുകയാണ് നല്ലത്. ഇത് അത്യാവശ്യം നല്ല വലിയ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കാണാനും രസമാണ്. നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും. അപ്പം ഞാനിത് വെയിലത്ത് വെക്കണില്ല. ഇത് നല്ല വെയിലാണ് ടെറസിൽ. അപ്പം ഞാനത് തണലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടാങ്ക് ഇരിക്കണതിൻ്റെ താഴെ 2 ചെറിയ റൂം പോലെ ഉണ്ട് കേട്ടോ. റൂമല്ല, ഇങ്ങനെ ഒരു തണലാണ്. ആ ഭാഗത്തേക്ക് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വെണ്ടയും തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് തണൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. ടെറസിൽ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അത് വാടിപ്പോവാതിരിക്കാൻ ഞാൻ തണലത്തേക്ക് വെച്ചു. അങ്ങനെ ഞാൻ ഈ കുപ്പിയിൽ നട്ട വിഷമയമില്ലാത്ത പുതിന ഇല നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് തവണ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ കട്ടിങ്സ് വേറെ ചട്ടികളിലൊക്കെ പിടിപ്പിച്ച് ഇതിപ്പോൾ ഇന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇത്ര അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു ബിസിനസ്സാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ പുതിനയുടെ കൃഷി. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ നട്ടു നോക്കാം കേട്ടോ.